പശ്ചിമേഷ്യയിൽ ജീവിച്ചിരിക്കുന്നവരോട് ക്രൂരത കാണിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഒട്ടും അയവില്ലാതെ ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മരിച്ചവരോട് പോലും ക്രൂരത കാണിക്കുന്ന കാഴ്ചകളാണ് ഗസയിൽ കാണാൻ സാധിക്കുന്നത്. ദി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് IDF ഗസയിലേക്ക് മടക്കി അയച്ച മൃതദേഹങ്ങളിലെ സുപ്രധാന അവയവങ്ങൾ നഷ്ടപ്പെട്ടതായി ഹമാസ് നടത്തുന്ന ഗസ സർക്കാർ മീഡിയ ഓഫീസിനെ ഉദ്ധരിച്ച് അൽ ജസീറ അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ കൊല്ലപ്പെട്ട 80 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ വികൃതമായതായും ഇസ്രായേൽ അവയിൽ നിന്ന് സുപ്രധാന അവയവങ്ങൾ നീക്കം ചെയ്തതായും ഗസയുടെ GMO പറഞ്ഞു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടുകളോട് ഇസ്രായേൽ പ്രതിരോധ സേന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലി ഔദ്യോഗിക സ്രോതസ്സുകളൊന്നും അത്തരമൊരു ആരോപണം സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ പോലും വെടിനിർത്തലിൽ നിന്നോ യുദ്ധം നിർത്തുന്നതിൽ നിന്നോ ഇസ്രായേൽ ഇതുവരെ പിന്തിരിഞ്ഞിട്ടുമില്ല. തുർക്കി മാധ്യമങ്ങളായ politicstoday.org, അനഡോളു എന്നിവയും ഗസ GPOയുടെ ഈ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അധിനിവേശത്തിന്റെ ഭീകരമായ കുറ്റകൃത്യത്തിനെതിരെ ഗസയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ നിശബ്ദ നിലപാടിനെ GPO വിമർശിക്കുകയും ചെയ്തു. GPO റിപ്പോർട്ടിന്റെ പലസ്തീൻ ക്രോണിക്കലിന്റെ അക്കൌണ്ടിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ അനധികൃതമായി അവയവങ്ങൾ ശേഖരിക്കുകയാണെന്നും ഇത് ഇസ്രായേലികൾ മുമ്പും നടത്തിയിട്ടുള്ളതാണെന്നും അവർ ആരോപിച്ചു. ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ എടുക്കുന്നത് ഇതാദ്യമല്ലെന്ന് NGOകളായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ് മോണിറ്ററും ഖത്തറി നടത്തുന്ന മിഡിൽ ഈസ്റ്റ് മോണിറ്ററും അവകാശപ്പെട്ടു. അടുത്ത കാലത്തായി അവയവ മോഷണത്തിനായി ഇസ്രായേൽ ശത്രുക്കളുടെ മരണത്തിന് ശേഷം ശ്മശാനങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി യൂറോമെഡും പറഞ്ഞു. അടുത്തിടെ മൃതദേഹങ്ങൾ തിരികെ എത്തിച്ചതിനെക്കുറിച്ചുള്ള അൽ ജസീറ റിപ്പോർട്ട് യൂറോമെഡിന്റെ വിവരങ്ങൾ ഉപയോഗിക്കുകയും മനുഷ്യാവയവങ്ങളുടെ അനധികൃത വ്യാപാരത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഒക്ടോബർ 7-ന് 1200 പേർ കൊല്ലപ്പെടുകയും 240 പേർ ബന്ദികളാവുകയും ചെയ്ത യുദ്ധത്തിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ ബന്ദികളല്ല ഇവരെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് മൃതദേഹങ്ങൾ തിരികെ നൽകിയെന്ന് ഇസ്രായേൽ അറിയിച്ചു. യുദ്ധസമയത്ത് ബന്ദികളാക്കിയവരെയും കാണാതായവരെയും കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തിരിച്ചറിയൽ നടപടിക്രമത്തിനായി മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റി അയച്ചു. മറ്റു കാര്യങ്ങളെല്ലാം തെറ്റായ വാദമാണെന്ന് IDF സ്പോക്ക് പേഴ്സൺ പറയുകയും ചെയ്തു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.